പ്രിയ സ്നേഹിതരെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്ത് റോസാ ചെടികൾ നട്ടിട്ടുണ്ട്. തണുപ്പ് കാലമായിരുന്നതുകൊണ്ട് അതിൽ കുറേ നാളുകളായി റോസാ പുഷ്പങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ തണുപ്പ് കാലം അങ്ങോട്ട് മാറുന്നു എന്നുള്ള ഒരു ദിവസം രാവിലെ ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ ആ റോസാ ചെടിയിൽ കുറേ മുട്ടുകൾ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ തോന്നി. എന്തിനാണെന്നറിയാമോ? ഈ റോസാ ചെടിയിൽ പുഷ്പങ്ങളൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇനി ഈ മൊട്ടുകൾ വിരിയും, ഇതിൽ പുഷ്പങ്ങൾ ഉണ്ടാകും, നല്ല ഭംഗിയുള്ള ചുവന്ന നിറത്തിലുള്ള റോസാ പുഷ്പങ്ങൾ അതിലുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി, ആ ഒരു അറിവ് എനിക്കുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ റോസാ ചെടിയിൽ പുഷ്പങ്ങൾ കാണാതിരിക്കെ തന്നെ 1-2 ദിവസങ്ങളിൽ പുഷ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചത്? എങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്? കാരണം എൻ്റെ മുൻ അനുഭവങ്ങൾ വെച്ചും ഒരു മൊട്ട് റോസാ ചെടിയിൽ ഉണ്ടായാൽ അത് തുടർന്നും വളരുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് വിടരും എന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം 2 ദിവസം കഴിഞ്ഞ് അത് വീണ്ടും ആ പ്രവേശന കവാടത്തിനടുത്ത് വന്നപ്പോൾ അതിൽ ധാരാളം പുഷ്പങ്ങൾ, ഈ മൊട്ടുകളൊക്കെ വിരിഞ്ഞ് റോസാ പുഷ്പങ്ങളായി നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കാണാതെ തന്നെ ഞാൻ വിശ്വസിച്ചു. അത് വിശ്വസിച്ച് കഴിഞ്ഞ് ഞാൻ കാണാനിടയായി തീർന്നു. അപ്പോൾ കാണാത്തൊരു കാര്യത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാണുന്ന കാര്യത്തെ എന്ത് വിശ്വസിക്കാനിരിക്കുന്നു? എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അത് തെളിവോ സഹിതം എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ് വിശ്വാസം. അപ്പോൾ ദൈവത്തെയും വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് കണ്ടാൽ വിശ്വസിക്കാം. കണ്ടാൽ പിന്നെ എന്ത് വിശ്വസിക്കാനാ? പിന്നെ ആ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതും എനിക്ക് പ്രവർത്തിക്കുന്നത് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന പലരുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. എങ്കിൽ ഈ ദൈവത്തെ, ഞാൻ മനസ്സിലാക്കിയ ദൈവത്തെ ഞാൻ കാണുന്നില്ലേലും ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവത്തിൻ്റെ പ്രവർത്തനം രുചിച്ചറിഞ്ഞ ഞാൻ നാളെയും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ദൈവം ഭൂമിയെയും ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ ശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും ജീവിത കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെടാൻ കഴിയുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് പറയുന്നതും പലർക്കും വിശ്വസിപ്പാൻ കഴിയുന്നില്ല. പലരും ചോദിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് അവതരിച്ച് ജനിച്ച് ജീവിച്ച മനുഷ്യന്റെ പേര് യേശു ആണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്, ഈ യേശു എന്ന് പറയുന്ന മനുഷ്യൻ ദൈവമാണെന്ന് എന്താ തെളിവ്? ഇനി ഈ യേശു ദൈവമാണെന്നും ദൈവികത്വവും ദൈവിക ശക്തിയും ആ യേശു എന്ന് പറയുന്ന മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളതും എങ്ങനെ അറിയാം? അപ്പോഴാണ് നമ്മൾ വേദപുസ്തകത്തിലേക്ക് യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും നമ്മൾ നോക്കുന്നത്. യേശു ജനിക്കുന്നതിന് ഏകദേശം 2000-3000 വർഷം മുൻപ് എഴുതി വച്ചിരുന്നു, അല്ലെങ്കിൽ അത് പല വ്യക്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരും. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാണ് മനുഷ്യനായി വരുന്നത്? മനുഷ്യനായി വരുന്നത് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി. മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി തിന്മകൾ ചെയ്ത്, ദൈവത്തിൻ്റെ ഭാഷയിൽ പാപങ്ങൾ ചെയ്ത് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വിശുദ്ധനായ ശ്രേഷ്ഠനായ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയാത്ത വണ്ണം തിന്മകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് മാത്രമേ നിൽക്കാൻ കഴിയുന്ന മനുഷ്യരെ തേടി ദൈവം ഇറങ്ങി വന്നു. മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യർക്ക് വേണ്ടി ദൈവം
ആ യേശു എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവമാണെന്ന് പല പ്രവൃത്തികളിലൂടെ തെളിയിച്ചു കൊടുത്തു എന്നുള്ളതും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം യേശു ജനിക്കുന്നതിന് 2000-3000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഈ യേശുവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് ഇന്ന് വായിച്ചറിയുവാൻ കഴിയും. ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു ജീവിച്ച ഈ യേശു എന്ന് പറയുന്ന നമ്മുടെ ദൈവം മരിച്ചു, അടക്കപ്പെട്ടു, പിന്നെ പറയുന്നത് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിപ്പാൻ പറ്റുകയില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ യേശുവിനെ ഞാൻ വിശ്വസിച്ചു, ഈ യേശുവിനെ ദൈവമായി ഞാൻ അംഗീകരിച്ചു. മനുഷ്യനായി ദൈവം ഭൂമിയിലേക്ക് വന്നു എനിക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ ദൈവത്തിനടുക്കിലേക്ക് കൊണ്ടുവരുവാൻ യേശു കാരണമായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം നൽകി. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു. ഞാൻ യേശു എന്നെ സ്നേഹിക്കുന്നു, എന്നെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.